ധാരാളം പൈസ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇന്ത്യയിലെ ബാങ്ക്സിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഏതാണ്ട് ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കും ഉണ്ടാവും. മിക്ക സമയത്തും 2 to 3.5% ഇടയിൽ കിടന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബാങ്ക് ഏതാണെന്നും അതിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണെന്നും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ മിനിമം 4% ആണ്. അപ്പോൾ 4%-ൽ ഓരോ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വെറും 2 to 3% ആണെങ്കിൽ നിങ്ങൾ ആക്ച്വലി പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലും ബെറ്ററായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് 0 എക്സ്ട്രാ റിസ്കോട് കൂടെ വളരെ മിനിമലായിട്ടുള്ള എഫേർട്ട് കൂടെ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള 3 മാർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് മാർഗ്ഗമാണ് ഓട്ടോ സ്വീപ്പ് FDs. മിക്ക ഇന്ത്യൻ ബാങ്ക്സും ഓഫർ ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ്. പൊതുവേ അവർ വലിയ കാര്യമായിട്ട് ഇത് അഡ്വർടൈസ് ചെയ്യാറില്ല, കാരണം അവർക്ക് അത്ര ലാഭമല്ല. പക്ഷേ നിങ്ങൾക്ക് അത് ലാഭകരമാക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, മിക്ക സമയത്തും നിങ്ങളുടെ പൈസ മുഴുവൻ സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും വെക്കാറ്. നിങ്ങൾ ലോങ് ടേമിലേക്കൊക്കെ ചിലപ്പോൾ FDയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടാവുള്ളൂ. സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 2 to 3% ആയിരിക്കും. എന്നാൽ FDയിൽ കുറച്ചുകൂടി റിട്ടേണിന് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെയാണ് ഈ ഓട്ടോ സ്വീപ്പ് FDയുടെ ഒരു ഗുണം വരുന്നത്. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ബാങ്കിനോട് പറയാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതായത് 1 ലക്ഷത്തിൻ്റെ മീതെ എന്തെങ്കിലും പൈസ സേവിങ്സ് അക്കൗണ്ടിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി FD അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ള റൂൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പൈസ 1 ലക്ഷത്തിന് മീതെ വരുന്നോ അതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി FDയിലേക്ക് മാറി കിട്ടും. ആ FDയിൽ വരുന്ന പൈസയുടെ റിട്ടേൺ സേവിങ്സ് അക്കൗണ്ടിലായിരിക്കില്ല, നിങ്ങൾക്ക് ആക്ച്വലി അപ്പോൾ ഉണ്ടാകുന്ന FDയുടെ റിട്ടേൺ ആയിരിക്കും കിട്ടുക. അത് 6%, 7% ഒക്കെ ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ യുവർ ബാങ്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ പൈസ ഒരിക്കലും വരില്ല. നിങ്ങൾ ആ റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നാലും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ 1 lakh മാത്രമേ ഉള്ളൂ. ആ 1 lakh നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര വേണമെന്നുള്ള കാര്യം. നിങ്ങൾക്ക് എത്ര എമർജൻസി ഫണ്ട് വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. ബാക്കി അതിന് മീതെ വരുന്ന എല്ലാ പൈസയും FDയിലേക്കായിരിക്കും മാറുക. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 6 to 7% ആയിരിക്കും. അപ്പോൾ ഓവറോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതേസമയം നിങ്ങൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് 1 lakhന് മീതെയുള്ള പൈസ എമർജൻസി ആയിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് FDയുടെ റേറ്റ് ഒന്ന് കട്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്കുള്ള FDയുടെ റേറ്റ് കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനോട് ചോദിച്ചാൽ അല്ലെ നിങ്ങൾക്ക് ഓൺലൈനിൽ പോയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങളുടെ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മിക്ക നല്ല ബാങ്കുകളും ഈ ഒരു ഫെസിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു റിസ്ക്കും ഇല്ല. നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്ന ബാങ്കിൽ തന്നെ നിങ്ങളൊരു വേറൊരു എക്സ്ട്രാ ഫെസിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് ലോങ് ടേമിൽ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ സ്ട്രക്ചർ ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്സ് അല്ല വാങ്ങുക. പൊതുവേ മ്യൂച്വൽ ഫണ്ട്സ് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ സ്റ്റോക്സ് വാങ്ങുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമുക്ക് ഓർമ്മ വരിക. അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടാണ്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ബോണ്ട് ജനറലി ഭയങ്കര സേഫ് ആയിരിക്കും, FD പോലെ തന്നെ വളരെ സേഫ് ആയിരിക്കും. അതിൽ തന്നെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഷോർട്ട് ടേം ബോണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഷോർട്ട് ടേം ബോണ്ട്സ് ബോണ്ടുകളിൽ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ബോണ്ട്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് HDFC ബാങ്കിൻ്റെയും SBIയുടെ ഒക്കെ FD ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. അത്രത്തോളം കുറവ് റിസ്കേ ഈ ലിക്വിഡ് ഫണ്ട്സിനുള്ളൂ. ലിക്വിഡ് ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കാര്യം, ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡെറ്റ് ഫണ്ട് പോലെയല്ല, ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫണ്ടാണ്. 1 day to 3 months വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ ലിക്വിഡ് ഫണ്ട്സ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യമുള്ളത് റിട്ടേൺസ് 5 to 7% ആയിരിക്കും. അതായത് സേവിങ്സ് അക്കൗണ്ടിനെക്കാളും ഒരു ഡബിൾ റിട്ടേൺസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് FDയുടെ എത്രത്തോളം റിട്ടേൺസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതിൽ 5 to 7% കൊടുക്കാൻ കാരണം FD പോലെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കില്ല കിട്ടുക. ചിലപ്പോൾ 5 ആയിരിക്കും, ചിലപ്പോൾ 5.5 ആയിരിക്കും, ചിലപ്പോൾ 6, ചിലപ്പോൾ 7 ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഓവർ നിങ്ങളൊരു 2 to 3 months നോക്കുകയാണെങ്കിൽ മിക്ക സമയം അത് 5 to 6 മിനിമം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി. നിങ്ങൾക്ക് എപ്പോൾ വേണേൽ പൈസ എടുക്കാം. നിങ്ങൾ രാവിലെയാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു സെൽ ഓർഡർ കൊടുക്കുന്നെങ്കിൽ അന്ന് തന്നെ നിങ്ങളുടെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാ മ്യൂച്വൽ ഫണ്ട്സിന് എക്സ്പെൻസ് റേഷ്യോ ഉള്ള പോലെ തന്നെ ലിക്വിഡ് ഫണ്ട്സിനുണ്ട്. പൊതുവേ അത് സാധാരണ മ്യൂച്വൽ ഫണ്ട്സിനെക്കാളും വളരെ കുറവായിരിക്കും. അതായത് ബേസിക്കലി 2 to 0.4% ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസിൽ നിന്ന് ഈ ഒരു കാര്യം മൈനസ് ആവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 6% ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എങ്കിൽ 6 മൈനസ് ആ ഒരു 0.2% മ്യൂച്വൽ ഫണ്ടുകാർ പോകും. അപ്പോൾ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ 5.8% ആയിരിക്കും. ഒരു ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോ അവിടെ ഉണ്ട്. ലാസ്റ്റ് അഡ്വാൻറ്റേജ്, ഇത് വളരെ ടാക്സ് എഫിഷ്യൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്ഡ് ഓൺലി വെൻ യു വിഡ്രോ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് FD ആണെങ്കിലും സേവിങ്സ് ഡെപ്പോസിറ്റ്, സാധാരണ ബാങ്കിലെ സേവിങ്സ് ഡെപ്പോസിറ്റ് ആണെങ്കിലും എങ്ങനെയാണ് ടാക്സേഷൻ വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100 രൂപ നിങ്ങൾ FDയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. സേവിങ്സ് ഡെപ്പോസിറ്റിലും ഇതേ സെയിം രീതിയിലായിരിക്കും ഉണ്ടാവുക.
നിങ്ങൾക്ക് നിങ്ങളൊരു വർഷം കഴിയുമ്പോൾ അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മൊത്തം പൈസ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് 110 രൂപയായി. ഇനി 10 രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും. നിങ്ങൾ ടാക്സ് സ്ലാബിനനുസരിച്ചായിരിക്കും നിങ്ങൾ അടക്കേണ്ടത്. നിങ്ങൾ ടാക്സ് സ്ലാബ് 20% ആണ്, 20% ഓഫ് ദാറ്റ് ആയിരിക്കും നിങ്ങൾ ഇത് അടക്കേണ്ടി വരിക. അപ്പോൾ ടാക്സ് നമുക്ക് തൽക്കാലം 2 rupees ആണെന്ന് വിചാരിക്കാം. ആ 2 rupees ടാക്സ് അവരെടുക്കും. അതായത് ബേസിക്കലി 2 rupees ടാക്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 8 രൂപയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 8 രൂപയെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അടുത്ത വർഷം ആകുമ്പോൾ ഈ FDയിൽ. കാരണം ടാക്സ് അവർ കൊണ്ടുപോയി. അതായത് ഒരു വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റിൻ്റെ അവരെന്ത് ചെയ്യും, ടാക്സ് കൊണ്ടുപോകും. അതായത് TDS രൂപത്തിലാണ് കൊണ്ടുപോകുക. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് എത്ര ഉണ്ടാവുള്ളൂ, 108 rupees ഉണ്ടാവുള്ളൂ. വീണ്ടും നിങ്ങൾ ആ 108 rupees ആണ് നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് 2-3 yearsൽ നിങ്ങൾ FD ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ 108 rupeesൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുക. ആ ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് കിഴിച്ചിട്ടുള്ള പൈസയെ വീണ്ടും കോമ്പൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ വർഷം കോമ്പൗണ്ട് ചെയ്യുന്ന പൈസ FDയിലോ സേവിങ്സ് ഡെപ്പോസിറ്റിലാണെങ്കിൽ ഇൻട്രസ്റ്റ് കിഴിച്ചുള്ള പൈസയാണ്. ഇനി ഇതേ കാര്യം നിങ്ങൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100 രൂപ കൊണ്ടിട്ട് ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾ 1 year ഹോൾഡ് ചെയ്തു, അതിൽ ചെറിയൊരു ഗെയിൻ ഉണ്ടായി, ലെറ്റ്സ് 110 രൂപയാണെന്ന് വിചാരിക്കാം. നിങ്ങളത് റിഡീം ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് സെല് ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടാക്സേഷൻ ഉണ്ടാവില്ല. അതിങ്ങനെ കോമ്പൗണ്ട് ചെയ്തോളൂ. ഒരു വർഷം കൂടി കഴിയുമ്പോൾ വീണ്ടും അത് കോമ്പൗണ്ട് ചെയ്തിട്ട് അത് 121 രൂപയാണെങ്കിൽ അവിടെ വീണ്ടും ടാക്സേഷൻ ഇല്ല. അപ്പോൾ ടാക്സേഷൻ എവിടെ വരികയെന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണോ ഇത് സെല് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നാളെ അത് 132 രൂപയായി എന്ന് വിചാരിക്കുക. ജസ്റ്റ് നമ്പേഴ്സൊക്കെ വെറുതെ പറയുന്ന കേട്ടോ. നിങ്ങൾ ഈ പോയിന്റിലാണ് സെല് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിന് ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സേഷൻ ഉണ്ട്, ടാക്സേഷൻ അടയ്ക്കുക. അത് അവസാനം നിങ്ങൾ അടച്ചാൽ മതി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ FDയും സേവിങ്സ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കിഴിച്ചുള്ള പൈസയെ വീണ്ടും വീണ്ടും കോമ്പൗണ്ട് ചെയ്യുള്ളൂ. അതേസമയം ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ, ഇൻഫാക്ട് എല്ലാ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടും ഇടയിൽ ഇൻട്രപ്ഷൻ വരില്ല. കംപ്ലീറ്റ് പൈസ ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആ ഒരു ടാക്സേഷൻ്റെ പൈസ അവിടെ കുറയില്ല, ഫുൾ പൈസ കോമ്പൗണ്ട് ചെയ്യും. അപ്പോൾ ലോങ് ടേമിൽ അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ലിക്വിഡ് ഫണ്ട്സ് പൊതുവേ സമയം നമ്മൾ എന്താണ് ഷോർട്ട് ടേമിലേക്കാണ് ഹോൾഡ് ചെയ്യുക. അതുകൊണ്ട് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സേവിങ്സ് ഡെപ്പോസിറ്റിൽ വെക്കുന്ന നിങ്ങളുടെ പൈസയിൽ കുറച്ച് പൈസയെങ്കിലും നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്, വളരെ സേഫ് ആയിട്ട്. ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ആപ്പ് ഉപയോഗിക്കാം. ഇതല്ലാത്ത പല ആപ്സും ഉണ്ട്. ഇതൊന്നും സ്പോൺസേഡ് ആയിട്ടുള്ള ആപ്പുകളല്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പല പല ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സും കാണാൻ പറ്റും. അതിൽ റിലേറ്റീവ്ലി റിട്ടേൺ കൂടിയതും എക്സ്പെൻസേഴ്സ് കുറവുള്ള ഫണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് സേഫ് ആയിട്ട് നിങ്ങളുടെ പൈസ അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് വഴിയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ. ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ നമ്മുടെ കേരളത്തിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ പല പല സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ അത് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം സാധാരണ നമ്മുടെ HDFC, SBI പോലത്തെ വലിയ വലിയ ബാങ്ക്സ് ആണ് 2-3% അവർ തരുള്ളൂ. പക്ഷേ ഇതുപോലത്തെ ബാങ്ക്സ് ആണെങ്കിൽ 6-7, ചിലപ്പോൾ 7.5% ഒക്കെ സേവിങ്സ് അക്കൗണ്ടിൽ അവർ തരാറുണ്ട്. അത് വലിയൊരു നല്ലൊരു കാര്യമാണ്. നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ കുറേ പൈസ വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ബാങ്ക്സിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നത് വളരെ നല്ല ഐഡിയ ആയിരിക്കും. ഇനി അതേസമയം മനസ്സിലാക്കേണ്ടത് ജനറലി ഇങ്ങനത്തെ ബാങ്ക്സൊക്കെ വലിയ വലിയ SBI, HDFC പോലത്തെ ബാങ്ക്സിനെക്കാളും അത്രയും സേഫ് ആയിരിക്കില്ല, കുറച്ചും കൂടി റിസ്കി ആയിരിക്കും. പക്ഷേ നിങ്ങൾ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ RBI ത്രൂ ഇൻഷുറൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ബാങ്കിന് സംഭവിച്ചാലും 5 lakhs rupees വരെ നിങ്ങൾക്ക് എന്താണ് സേഫ് ആയിരിക്കും. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ 10 ലക്ഷം രൂപ ഇട്ടിട്ട് 5 ലക്ഷം രൂപ മാത്രം തിരിച്ചു കിട്ടിയാൽ അതിങ്ങനെ സീറോ റിസ്ക് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. ഓരോ ബാങ്കിനും ഈ 5 lakh rupees നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് 10 ലക്ഷം രൂപയാണെങ്കിൽ ഈ ഒരു 10 ലക്ഷം രൂപ 2 ബാങ്കുകളിലായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം വീതം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങൾക്ക് കൂടുതലായി കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ ബാങ്ക്സിൽ തന്നെ ഓട്ടോ സ്വീപ്പിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തന്നെ FDയിലേക്ക് മാറുന്നതായിരിക്കും. അവരുടെ FD എന്ന് പറയുമ്പോൾ സാധാരണ ബാങ്ക്സിനെക്കാളും വളരെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കിട്ടുക. 8-9% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു സംവിധാനം കൂടെ ഉള്ള ഒരു ബാങ്കാണ്. തീർച്ചയായിട്ടും അതും കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓവറോൾ റിട്ടേൺ കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സേവിങ്സ് ഡെപ്പോസിറ്റിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള 3 ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിൽ ഏത് ഓൾട്ടർനേറ്റീവ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ പലരും സേവിങ്സ് ഡെപ്പോസിറ്റിൽ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കുറേ പൈസ വെക്കുന്നുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ ബാങ്കിലെ FDകൾക്കും സേഫർ ആയിട്ടുള്ള ബെറ്റർ റിട്ടേൺസ് തരുന്ന ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഓൾസോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.